കഴിഞ്ഞ തവണ ഫേസ് യോഗയെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. പാർവതി കൃഷ്ണ എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസർ ഇൻസ്റ്റാഗ്രാമിലിടുന്ന ഫേസ് യോഗയെ പറ്റിയുള്ള ക്ലാസ്സുകളെ കുറിച്ചിട്ട് കുറച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തരിക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ പാർവതി കൃഷ്ണ അതിനകത്ത് വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ കമൻറ്റ് ചെയ്ത കമൻറ്റാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഇൻട്രോയൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് വായിക്കുകയാണ്. The approach I follow is not based on random trends or superficial techniques. It is rooted in understanding basic anatomy and physiology, specifically muscle activation, circulation and lymphatic movement, which are well-established concepts. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞ കാര്യമാണ്, ഈ സ്യൂഡോ സയൻസിൻ്റെ പൊതുവെയുള്ള സ്വഭാവത്തിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് സയൻസിൻ്റേതായ പല ജാർഗൻസും ഉപയോഗിക്കുന്നത് സ്യൂഡോ സയൻസിൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ ഇതിനകത്ത് വളരെ വീണ്ടും കാണാം, ഞാൻ കഴിഞ്ഞോണവും പറഞ്ഞതാണ്, മസിൽ ആക്ടിവേഷനും ഈ ലിംഫാറ്റിക് ഡ്രെയിനേജ് ഇത് രണ്ടുമാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതാണ്. ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ്. മസിൽ എന്ന് പറയുന്ന കാര്യങ്ങളുണ്ടോ, മസിൽ ആക്ടിവേഷൻ ഉണ്ടോ, ഉണ്ട്. ലിംഫാറ്റിക് സിസ്റ്റം ഉണ്ടോ, ലിംഫാറ്റിക് സിസ്റ്റത്തിനകത്ത് ലിംഫാറ്റിക് ഫ്ലോ ഉണ്ടോ, ലിംഫാറ്റിക് ഡ്രെയിനേജ് ഉണ്ടോ, ഇതെല്ലാം കറക്റ്റാണ്. മസിൽ ആക്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പുറത്തിട്ട് തടവുകയോ പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ മസിൽ ആക്ടിവേറ്റ് ആവില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ചിരിക്കുമ്പോൾ മുഖത്തുള്ള പല മസിലുകളും വർക്ക് ചെയ്തിട്ടാണ് എനിക്ക് ചിരിക്കാൻ പറ്റുന്നത്. എൻ്റെ പിരികം പൊക്കുന്നു, മുഖത്തുള്ള ഓരോ എക്സ്പ്രഷനും വേണ്ടിയിട്ടുള്ള മസിൽസ്. മുഖത്ത് നമുക്കറിയാം സാധാരണ ശരീരത്തിലുള്ള മസിലിനെ പോലെ അല്ല, ചില വ്യത്യാസങ്ങളുണ്ട്. 1-2 മസിൽസ് ഒഴിച്ച് ബാക്കിയൊന്നും ഒരു ഫാഷിയായിട്ട് കണക്റ്റഡ് അല്ലാത്ത മസിൽസാണ്. അതായത് സ്കിന്നിൽ നിന്ന് നേരെ ബോണിലേക്ക് കണക്റ്റഡ് ആയിട്ടില്ല, ബോണിൽ നിന്ന് നേരെ സ്കിന്നിൽ വന്ന് എൻഡ് ചെയ്യുന്ന തരം മസിൽസാണ്. അതാണ് നമുക്ക് ഈ ഫേഷ്യൽ എക്സ്പ്രഷൻസും ഇപ്പോൾ കണ്ണ് ചിമ്മാനും ഒക്കെ പറ്റുന്നത്, അല്ലെങ്കിൽ വളരെ കാര്യമായിട്ടുള്ള എക്സ്പ്രഷൻസൊക്കെ മുഖത്തുണ്ടാക്കാൻ പറ്റുന്നത് ഈ മസിൽസിൻ്റെ ഇത് കൊണ്ടാണ്. അതെങ്ങനെയാണ്? നമ്മൾ തടവിയത് കൊണ്ടാണോ? നമ്മൾ യൂഷ്വലി ആ മസിൽസൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ചിരിക്കുന്നു, അല്ലെങ്കിൽ കരയുന്നു, സംസാരിക്കുന്നു, ഇവിടെയൊക്കെ ഫേഷ്യൽ മസിൽസിന് ഒരുപാട് റോളുണ്ട്. ഓരോ ഇമോഷൻസ് കാണിക്കുന്നതിനകത്ത് ഫേഷ്യൽ മസിൽസിന് റോളുണ്ട്. അതുവഴി മസിൽ ടോണിങ് സംഭവിക്കുമോ? കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മസിലുകൾ എപ്പോഴും ടോൺഡ് ആയിരിക്കും. കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പർട്രഫി അല്ലെങ്കിൽ വലിപ്പം വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്, ബോഡി ബിൽഡേഴ്സൊക്കെ ചെയ്ത് കാണുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഫേഷ്യൽ മസിൽസും. അതിൻ്റെ പുറത്തിട്ട് തടവി എന്ന് പറഞ്ഞിട്ട് അതൊരിക്കലും ആക്ടിവേറ്റ് ആവില്ല. അങ്ങനെ തടവുന്നത് വഴിയല്ല അത് ആക്ടിവേറ്റ് ആവുന്നത്. പകരം അത് ഒരു നെർവസ് സിസ്റ്റത്തിൽ നിന്നുള്ള ഒരു സ്റ്റിമുലൈ വെച്ചിട്ടാണ് എപ്പോഴും മസിൽ ആക്ടിവേഷൻ സംഭവിക്കുന്നത്. നിങ്ങൾ ചിരിക്കുന്നു, നിങ്ങൾ മുഖത്ത് ഓരോരോ ഡെയിലി ആക്ടിവിറ്റി ചെയ്യുന്നു, ആ സമയത്തെല്ലാം ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് മസിൽ ടോണിങ് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഇവിടെയുള്ള ഒരു കാര്യം എന്തിനാണ് ഇത് അതുപോലെ പറയുന്ന ഒരു കാര്യമാണല്ലോ ഈ ലിംഫാറ്റിക് ഡ്രെയിനേജ്. എന്താണ് ലിംഫാറ്റിക് ഡ്രെയിനേജ് എന്നുള്ളത് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പറയാം. ഈ ലിംഫാറ്റിക് ഡ്രെയിനേജ് എന്ന് പറയുന്നത് യൂഷ്വലി ഒരു സർജറി കഴിഞ്ഞ ആളുകൾക്കോ, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ക്യാൻസർ വന്നിട്ട് കഴലഗ്രന്ഥി പലപ്പോഴും ലിംഫ് നോഡ് എന്ന് പറയുന്ന കഴലഗ്രന്ഥി എന്ന് പറയുന്നത് അതെടുത്ത് കളയുന്ന ആളുകൾക്കൊക്കെ അപ്പോഴാണ് ലിംഫാറ്റിക് സിസ്റ്റത്തിനകത്ത് നമ്മളൊരു ഡിസ്റപ്ഷൻ ഉണ്ടാക്കുകയാണ്, അല്ലേ? ഒരു ഇൻ്റർവെൻഷൻ വഴി ഉണ്ടാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സർജറി വഴി ഉണ്ടാക്കുന്ന സമയത്ത് തിരിച്ച് റിസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ലിംഫാറ്റിക് ഡ്രെയിനേജ് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യാറുണ്ട്. ശ്രദ്ധിക്കുക, ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ആരാണോ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് ഒരു ഇൻ്റർവെൻഷന് ശേഷം അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ലിംഫാറ്റിക് ഡ്രെയിനേജ് എന്ന് പറയുന്നത്. അല്ലാതെ ചുമ്മാ മുഖത്തിട്ട് ചെയ്യുന്ന കാര്യമില്ല. ഞാൻ ആ സിസ്റ്റമൊക്കെ കുറച്ചുകൂടെ വിശദമായിട്ട് കാണിക്കാം. പക്ഷേ തൽക്കാലം നമ്മൾ അപ്പോൾ ഈ ടെക്നിക്കൽ ടേം ഉപയോഗിച്ചിട്ട് അതിന് ശേഷം പറയുന്ന കാര്യങ്ങൾ എന്താണ്? മുഖത്തെ ജോ ലൈൻ തെളിഞ്ഞു വരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ചുളിവുകളും കാര്യങ്ങളുമൊക്കെ മാറുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ സർക്കുലേഷൻ ഇമ്പ്രൂവ് ആയിട്ട് മസിൽ ടോൺ നന്നാവുന്നു എന്നൊക്കെ പറയുന്നത് അതൊന്നും ആക്ച്വലി തെളിവില്ലാത്ത കാര്യങ്ങളാണ്. What I do is apply these principles in structure and face yoga as a term may be developing research. The underlying components are not new. Like many evolving practice, it takes time for formal research to catch up. ഈ ഫോർമൽ റിസർച്ച് ഇതുവരെ കാച്ചപ്പ് ചെയ്തിട്ടില്ല. കുറച്ച് കാലം കഴിയുമ്പോൾ തെളിവുണ്ടാവും എന്നാണ് പറയുന്നത്. അത് എല്ലാ സ്യൂഡോ സയൻസും പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പം തെളിവില്ല എന്നേ ഉള്ളൂ, ശാസ്ത്രം പുരോഗമിച്ചിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ തെളിവ് വരും. അങ്ങനെയല്ല, തെളിവുള്ള കാര്യങ്ങൾ വേണം നമ്മളൊരാൾക്ക് അഡ്വൈസ് ചെയ്യാൻ. അല്ലാതെ കുറേ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തതിന് ശേഷം ഇനി ഭാവിയിൽ ഞാൻ തെളിവുണ്ടാക്കി തരാം, അല്ലെങ്കിൽ സയൻറ്റിഫിക് എവിഡൻസ് പതുക്കെ ക്യാച്ചപ്പ് ചെയ്യുള്ളൂ, ഞാൻ സയൻസിനേക്കാൾ മിടുക്കിയാണ് അല്ലെങ്കിൽ മിടുക്കനാണ് എന്നുള്ള തോന്നലാണ് പലർക്കും ഉള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാനുള്ള ഒരു കാരണം. Over time, I have worked with thousands of clients and the results, consistency and feedback I have observed have been a strong indicator of the effectiveness of this approach. അതായത്
ആയിരക്കണക്കിന് ക്ലയൻറ്റുകളുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ എഫക്റ്റീവ് ആണ്, അല്ലെങ്കിൽ അവരുടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ക്ലെയിമിനകത്ത് പറയുന്നത്. ഈ റിസൾട്ട് അസസ് ചെയ്തത് ഈ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ പാർവതി കൃഷ്ണ തന്നെയാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവർ സ്വയം ബോധ്യപ്പെട്ടതാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അനുഭവങ്ങൾ എന്ന് പറയുന്നതിനകത്ത് സയൻസിന് യാതൊരു വിലയുമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അവിടെ വേണ്ടത് സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ആണ്. എന്തുകൊണ്ടാണെന്നുള്ളത് പറയാം. ഐ ബിലീവ് ദർ ഇസ് സ്പേസ് ഫോർ റെസ്പെക്ട്ഫുൾ ഡിസ്കഷൻ ആൻഡ് ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സ്. ഇതിനകത്ത് ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സ് ഇല്ല. തെളിവുള്ളതും ഇല്ലാത്തതും, സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ളതും അല്ലാത്തതും, സയൻസിൻ്റേതായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് രണ്ട് വ്യൂ പോയിൻ്റ്, ഇതും എടുക്കാം അതും ശരി, അങ്ങനത്തെ ഒരു നിലപാട് ഇതിനകത്ത് ഇല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. ഐ വുഡ് ലൈക്ക് ടു ആഡ് ദാറ്റ് മൈ ക്ലാസ്സസ് ഇൻക്ലൂഡ് പാർട്ടിസിപ്പൻസ് ഫ്രം ഡൈവേഴ്സ് പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട്സ് ഇൻക്ലൂഡിങ് മെനി ഡോക്ടേഴ്സ്. പല ഡോക്ടേഴ്സും അവരുടെ കീഴിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട്, ഇൻഫാക്ട് ഓവർ 100+ മെഡിക്കൽ പ്രൊഫഷണൽസ് ഹാവ് ബീൻ പാർട്ട് ഓഫ് മൈ സെഷൻസ്. 100 കണക്കിന് ആളുകൾ ഡോക്ടേഴ്സ്, മെഡിക്കൽ പ്രൊഫഷണൽസ് ആണ് അവരുടെ സെഷനകത്തുണ്ടാവാറ്. ഇഫ് ദ വെർ എനിത്തിങ് ഫണ്ടമെൻ്റലി ഇൻകറക്റ്റ് ഇൻ വാട്ട് ഐ ടീച്ച്, ഐ ബിലീവ് സച്ച് ഇൻഡിവിജ്വൽസ് വുഡ് ക്വസ്റ്റ്യൻ ഓർ കറക്റ്റ് ഇറ്റ് വിത്തിൻ ദ ലേണിംഗ് സ്പേസ് ഇറ്റ് സെൽഫ്. നമുക്ക് പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ഈ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടെക്നിക്കിൻ്റെയും അവസാന വാക്കാണെന്ന്. ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ റിസർച്ചിനകത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, ഏറ്റവും തെളിവുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ടെക്നീഷ്യൻസിനാണ്. അവർക്ക് ചില ടെക്നിക്സ് ഉണ്ട് പല അസുഖങ്ങൾ ഡയഗ്നോസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയൊരു കാര്യം വന്നാൽ അവരും വായിക്കുകയും അപ്ഡേറ്റഡ് ആയിട്ടും ഒക്കെ ഉള്ള ആളുകൾക്ക് മാത്രമേ ഈ പറഞ്ഞ ഒരു സയൻറ്റിഫിക് ടെമ്പർമെൻറ്റും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി അറിവും കാണും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അവരും ഈ വ്യക്തി അനുഭവങ്ങളിൽ വീണു പോകാനുള്ള സാധ്യതയുള്ള ഒരു മനുഷ്യനാണ്. അവരും വൾണറബിളാണ് എന്നുള്ളത് സയൻസിന് തിരിച്ചറിയാം. അതുകൊണ്ടാണ് റിസർച്ചുകളിലെല്ലാം ഇങ്ങനെയുള്ള കൺഫൗണ്ടിങ് ഫാക്ടേഴ്സ് എല്ലാം മാറ്റിയതിന് ശേഷം അൺബയാസ്ഡ് ആയിട്ടുള്ള ഒരു തെളിവ് വേണം എന്ന് പറയുന്നത്. മറ്റത് ഈ പോട്ടയില ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ക്യാൻസർ മാറി എന്ന് പറയുന്നത് പോലെയുള്ളൂ. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇനി ഡോക്ടേഴ്സ് അല്ല ആര് പറഞ്ഞാലും എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ആൻഡ് ഐ വിഷ് യു ടു അറ്റൻഡ് സം ക്ലാസ്സസ് ഓഫ് മൈൻഡ് ആൻഡ് ടു ലെറ്റ് know what's happening in my sessions. ഞാനും പാർവതി കൃഷ്ണനോട് പറയുകയാണ്, എന്നെ ക്ലാസ്സിലേക്ക് ക്ഷണിച്ചതിന് വളരെയധികം നന്ദി. എനിക്ക് തൽക്കാലം താല്പര്യമില്ല. താങ്കളെ ഞാൻ സയൻറ്റിഫിക് ടെമ്പർമെൻറ്റിനെ പറ്റിയിട്ടുള്ള എൻ്റെ ക്ലാസ്സുകളിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. സമയമുള്ളപ്പോൾ അറ്റൻഡ് ചെയ്യുക. ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ്. നമുക്കൊരു മ്യൂച്വൽ ലേണിംഗ് ആവാം. ഇനി അതിൻ്റെ താഴെ തന്നെ വന്ന നേഹ അസ്ലം എന്ന് പറഞ്ഞ ഒരു ഡോക്ടറിൻ്റെ കമൻ്റാണ് ഈ കാണുന്നത്. ഐ എം എ ഡോക്ടർ. ഈ ഐ എം എ ഡോക്ടർ അല്ലെങ്കിൽ കഴുത്തിൽ സ്റ്റെതസ്കോപ്പ് ഇട്ടുകൊണ്ട് വരുന്നവർ ഐ ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് പറയേണ്ട കാര്യം എന്താണ്, നിങ്ങൾക്ക് അവിടെ എന്താണ് പ്രസൻറ്റ് ചെയ്യാനുള്ളത് ആ കാര്യം പറഞ്ഞാൽ മതി. അതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇതിനകത്ത് ഐ എം ഷുവർ എനിവൺ ഹു ഹാഡ് അറ്റൻഡഡ് ഹർ സെഷൻസ് വുഡ് സേ ദാറ്റ് ഐ ഹവ് പേഴ്സണലി സീൻ റിസൾട്ട്സ് ആൻഡ് സോ ഹാവ് ഫ്യൂ ഓഫ് മൈ ഫ്രണ്ട്സ്. ഞാൻ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ, ഇവർക്കും അവരുടെ കുറേ ഫ്രണ്ട്സിനും ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സോ വാട്ട്, നിങ്ങളുടെ അനുഭവം നിങ്ങൾ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ദാറ്റ് ഈസ് നോട്ട് സയൻറ്റിഫിക് എവിഡൻസ് ബൈ ദ വേ. I also looked into literature and found studies suggesting that facial exercises offer benefits. ഏത് സ്റ്റഡിയിലാണ് കണ്ടത് എന്ന് പലരും അതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. ഒരൊറ്റ സ്റ്റഡി കോട്ട് ചെയ്തിട്ടുണ്ടോ? ആ സ്റ്റഡി കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിനകത്തുള്ള പോരായ്മകൾ, അതിനകത്ത് ആരാണ് ആ റിസർച്ച് നടത്തിയത്, എന്തായിരുന്നു അതിൻ്റെ മെത്തഡോളജി, എന്തായിരുന്നു അതിൻ്റെ കൺക്ലൂഷൻ, ആരൊക്കെ അത് നല്ല ഇമ്പാക്ട് ഫാക്ടറുള്ള ജേർണലിലാണോ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കണം. അല്ലാതെ ചുമ്മാ സ്റ്റഡീസ് ഉണ്ട് പോയി വായിക്കുക എന്ന് പറയുന്നതല്ല. ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ ഡോക്ടർ നേഹയെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ക്ലെയിം കൊണ്ടുവരുന്നത് ഇതിന് എഫക്റ്റീവാണ്, ഇത് വർക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ അവരാണ് തെളിവ് പ്രസൻറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ബാക്കി ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളുകളെടുത്ത് നിങ്ങൾ പോയി നോക്ക് ലിറ്ററേച്ചർ ഉണ്ട് എന്ന് പറയല്ല. ഇന്ന ലിറ്ററേച്ചർ ഇന്ന DOI നമ്പറാണ്, ഇന്ന ജേർണലിൽ പബ്ലിഷ് ചെയ്തതാണ്, ഇത്രയും ഇമ്പാക്ട് ഫാക്ടറുള്ള സാധനമാണ്, അതിനെ വേറെയും പലരും കോട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് കൊണ്ടുവരേണ്ടത്. അല്ലാതെ വെറുതെ വീരവാദം അടിക്കലല്ല. ഇത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല. ഇതൊരു സയൻസിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെ ഭാഗത്തുനിന്ന് വന്ന സ്ഥിതിക്ക് ഞാനത് ഐ എം ക്വൈറ്റ് സർപ്രൈസ്ഡ്. Face yoga is rooted in basic physiology, muscle engagement and improved circulation. Like any practice, outcomes vary depending on consistency, diet and overall lifestyle. ഇതിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൺഫൗണ്ടിങ് ഫാക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഡയറ്റ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ണം കുറയും, ഏജ് കുറവായിട്ട് തോന്നും. അതുപോലെ ഡയറ്റ് നന്നാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. ഓവറോൾ ലൈഫ് സ്റ്റൈലിനകത്തുള്ള വ്യത്യാസം ഇതാണ് അവിടെയും സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതുവഴി കിട്ടിയ ഒരു റിസൾട്ട് ഫേസ് യോഗയ്ക്ക് കൊണ്ട് നിങ്ങൾ കൊടുക്കുന്നു എന്നല്ലാതെ അതിനകത്ത് ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ വരുത്തിയ വ്യത്യാസവും ഡയറ്റിനകത്തുള്ള വ്യത്യാസം. ഡയറ്റ് വളരെ സിമ്പിളാണ്. അകത്തേക്ക് നിങ്ങൾക്ക് എന്താണോ റിക്വയർമെൻറ്റ് അതിനേക്കാൾ കുറച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറലി മെലിഞ്ഞു വരും. അതിനേക്കാൾ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ തടി വെച്ച് വരും. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ലേ? അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചത്. അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഫേസ് യോഗ ഇതിൻ്റെ ഇടയിൽ ചെയ്തു, അല്ലെങ്കിൽ ഇഡ്ഡലി രാവിലെ കഴിച്ചു, രാവിലെ ചായ കുടിച്ചു, ഇതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കൊടുക്കാം.
പല പല കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് റിസർച്ചിനകത്ത് എപ്പോഴും മെത്തഡോളജിക്കകത്ത് ബ്ലൈൻഡ് ചെയ്യുകയും RCT വേണ്ടത്. അപ്പം അങ്ങനെയുള്ള സിസ്റ്റമാറ്റിക് റിവ്യൂസോ RCT ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ഞാൻ പറയുന്നു അത് ഡോക്ടറിനകത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഐ ഫോളോഡ് മെത്തേഡ്സ് ആൻഡ് ഹാവ് പേഴ്സണലി ബെനിഫിറ്റഡ്. പേഴ്സണൽ ബെനിഫിറ്റ്സും ദിസ് ഇസ് കോൾഡ് അനക്ഡോട്ടൽ എവിഡൻസ്. ഒരു കോർട്ട് ഓഫ് ലോയിൽ അത് വലിയ കാര്യമായിരിക്കും. പക്ഷേ സയൻസിനകത്ത് അനക്ഡോട്ടൽ എവിഡൻസിൻ്റെ വില എന്ന് പറയുന്നത് പൂജ്യമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പേഴ്സണലി ബെനിഫിറ്റഡ് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന് ബെനിഫിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാൾ പറയുന്നത് പോലെയും ടെസ്റ്റിമണീസും കാര്യങ്ങളും എന്ന് പറയുന്നത് ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറങ്ങി നിന്നിട്ട് ആളുകൾ അസുഖം മാറി എന്ന് പറയുന്ന പോലെ ഉള്ളൂ. ഡിസ്മിസിങ് ഇറ്റ് എൻറ്റയർലി ആസ് പ്ലസീബോ, ഐ ഹാവ് നെവർ സെഡ് ഇറ്റ് ഈസ് പ്ലസീബോ. ഞാൻ പ്ലസീബോ എന്നുള്ള വാക്ക് ഒരിടത്ത് ഉപയോഗിച്ചില്ല. ഇറ്റ്സ് ആൻ ഓവർ സിംപ്ലിഫിക്കേഷൻ. ഇറ്റ്സ് ഈസി ടു ലേബിൾ സംതിങ് വിതൗട്ട് ട്രൈയിങ് ഇറ്റ് കൺസിസ്റ്റൻ്റ്ലി ഓർ അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് ഇൻ ഡെപ്ത്. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരാൾ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്യുന്നത് അവനവനായിട്ട് ചെയ്യേണ്ട കാര്യമല്ല. അത് രജിസ്റ്റർ ചെയ്ത് ട്രയൽസ് രജിസ്റ്റർ ചെയ്ത് കൃത്യമായി ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് ഓർക്കുന്നു. ഇനി മൈ ക്ലയൻസ് ആർ മൈ ആൻസേഴ്സ് മിസ്റ്റർ ചന്ദ്രശേഖർ എന്ന് പാർവതി കൃഷ്ണ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. യുവർ ക്ലയൻസ് ആർ നോട്ട് ആൻസേഴ്സ് ടു മീ ബൈ ദ വേ. ട്രസ്റ്റ് മീ, യു വിൽ റിഗ്രറ്റ് ഫോർ വാട്ട് യു ഹാവ് സെഡ് ഓൺ വൺ ഡേ. ഞാൻ ഭാവിയിൽ റിഗ്രറ്റ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഐ ഡോണ്ട് മൈൻഡ്. എൻ്റെ തീരുമാനങ്ങൾ മാറ്റാൻ തയ്യാറാണ് പ്രോപ്പറായിട്ടുള്ള സയൻറ്റിഫിക് എവിഡൻസ് കൊണ്ട് പ്രസൻറ്റ് ചെയ്താൽ. ഇനി അതിനുശേഷം ഇട്ട ഒരു വീഡിയോയും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. പാർവതി കൃഷ്ണൻ ഇട്ട ഒരു വീഡിയോ ആണ്. അതായത് Why does facehugger trigger so many people? I'm not doing any surgery and I'm not forcing anyone. And by the way, you're not qualified to do any surgery on clients. Okay. simply teaching some techniques. Muscle activation, lymphatic flow and relaxation. ഇതാണ് വീണ്ടും പറയുന്നത്. മസിൽ ആക്ടിവേഷൻ, ലിംഫാറ്റിക് ഫ്ലോ, ഇതൊന്നും ചെയ്യേണ്ട കാര്യം. ഈ ലിംഫ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഫ്ലൂയിഡാണ്. നമ്മുടെ ശരീരത്തിലെ ഒരു എന്താ പറയുക, ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നോ ഒരു ഡ്രെയിനേജ് സിസ്റ്റം എന്നോ ഒക്കെ പറയാം. അവിടെ എവിടെയായിട്ട് ഒരുപാട് കടല ഗ്രന്ഥികളുണ്ട്. അതൊക്കെ ഇങ്ങനെ വളരെ അതിന് ഹാർട്ട് പോലെ ബ്ലഡ് സർക്കുലേഷൻ പോലെ പമ്പ് ചെയ്യാനൊന്നുമില്ല, വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അത് നടന്നോളൂ. ഈ മസിൽ ടോണിങ്ങിനും ലിംഫറ്റിക് ഫ്ലോയ്ക്കും ഒക്കെ ഞാൻ പഠിച്ച സമയത്ത് ഇങ്ങനെയാണ് പഠിച്ചത്. അല്ലാതെ ലിംഫറ്റിക് ഫ്ലോയ്ക്ക് കയറി എടാ സുരേഷ് എന്ന് എനിക്ക് വിളിക്കാൻ പറ്റൂ. ലിംഫാറ്റിക് ഫ്ലോയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾ എടാ സുരേഷേ എന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യേണ്ട ആവശ്യം പോലും വരില്ലായിരുന്നു. കാര്യം നിങ്ങൾ ഈ സയൻറ്റിഫിക് ജാർഗൻസ് ഉപയോഗിച്ചിട്ട് ആളുകളെ തെറ്റിദ്ധരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷനകത്ത് തന്നെ പറയുന്ന ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് സയൻറ്റിഫിക് ടെമ്പറോട് കൂടി ആളുകൾ ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൃത്യമായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. സുരേഷ് എന്നോ പാർവതി എന്നോ എങ്ങനെ വേണോ നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങൾക്ക് അങ്ങനെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യവും കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നുണ്ട്. മോർ ദാൻ ദാറ്റ്, ഇത് പല സ്ത്രീകളുടെയും ഒരു മീ ടൈം ആണ്. ഇത് യൂഷ്വലി ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, അപ്പീൽ ടു ഇമോഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അതായത് നമ്മൾ ഇമോഷണലി അങ്ങ് ചാർജ് ചെയ്യുമ്പോഴത്തേക്കും അത് ഒരു തെളിവല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നിങ്ങളുടെ മീ ടൈമാണ്. നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ശരിയായ ശാസ്ത്രീയമായി തെളിവുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം. ഇനി നിങ്ങളിത് നോക്കിയേ, ഇത്രയും ഫേഷ്യൽ മസിൽസ് ഉണ്ട്. ഇതെല്ലാം കണ്ട ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതെല്ലാം വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ദിവസവും ചിരിക്കുകയും സംസാരിക്കുകയും മൊത്തമുള്ള ഈ മസിൽസിന് കോൺസ്റ്റൻ്റായിട്ട് ജോലിയാണ്. ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ അവിടെ ടോണിങ് നടക്കുന്നുണ്ട്, മസിൽ ആക്ടിവേഷൻ നടക്കുന്നുണ്ട്. അത് നിങ്ങളുടെ എക്സ്പ്രഷൻസിലൂടെയും നിങ്ങൾ സംസാരിക്കുന്നതിലൂടെയും നിങ്ങൾ കരയുന്നതിലൂടെയും ചിരിക്കുന്നതിലൂടെയും നിങ്ങൾ സംസാരിക്കുന്നതിലൂടെയൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ വായിക്കാത്ത ആരോട്ട് ചവയ്ക്കുന്നത് വഴിയും നിങ്ങൾ കുടിക്കുന്നത് വഴിയും സക്ക് ചെയ്യുന്നത് വഴിയും ഇതെല്ലാത്തിലും ഈ പറയുന്ന മസിൽസ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിന് വേണ്ടി പ്രത്യേകം യാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ചിലർ ചൂയിങ് ചവയ്ക്കാറുണ്ട്, പല പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഫേസ് യോഗ എന്ന് പറഞ്ഞാൽ പുറമേ ഇട്ട് തിരുമിയത് കൊണ്ട് ആക്ച്വലി അവിടെ യാതൊന്നും സംഭവിക്കുന്നില്ല. പകരം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു നെർവസ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഈ മസിൽ ആക്ടിവേഷൻ അല്ലെങ്കിൽ മസിലിനെ ഉപയോഗിക്കുക എന്ന് പറയുന്ന കാര്യം. ഇതാണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ മുകളിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടയായിട്ട് കാണുന്ന എല്ലാം കടല ഗ്രന്ഥികളാണ്. പലപ്പോഴും വൈറസിനെയും ബാക്ടീരിയയൊക്കെ പിടിച്ചിടുന്ന സ്ഥലങ്ങളും കൂടിയാണിത്. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഞെക്കി പിതുക്കി ഡ്രെയിനേജ് ഉണ്ടാക്കേണ്ട കാര്യം. ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മുഖത്ത് നമ്മളിങ്ങനെ ഇട്ട് ഞെക്കി എന്ന് പറഞ്ഞുകൊണ്ട് ടെമ്പററി ആയിട്ട് ആ ഒരു പഫിനെസ്സിനകത്ത് ഒരു ചെറിയൊരു ആശ്വാസം കിട്ടും എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് യാതൊന്നും സംഭവിക്കുന്നില്ല. തിരിച്ച് നിങ്ങൾ കൈ മാറ്റി കഴിയുമ്പോഴത്തേക്കും അത് തിരിച്ച് ഒരു ട്രാൻസിയൻ്റ് ആയിട്ടുള്ളൊരു സംഭവം മാത്രമേ സംഭവിക്കുള്ളൂ. അത് കാരണം നിങ്ങളുടെ മസിൽസ് ടോൺഡ് ആവുകയോ അല്ലെങ്കിൽ ഫേസിൻ്റെ ഷേപ്പ് മാറുകയോ ആൻറ്റി ഏജിങ് ആയിട്ട് മാറുകയോ ഇത് ഒരു വർക്ക് ചെയ്യുകയോ ഒന്നുമില്ല. അതിനൊന്നും ഒരു തെളിവുമില്ല എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം എന്താ, ഈ അടുത്ത കാലത്ത് തന്നെ ഇതുപോലെ കണ്ട ഒരു വീഡിയോ തന്നെയാണിത്. ഇതിനകത്ത് നോക്കിയേ, ഇപ്പോൾ ലിപ്സിനെ വേണമെന്നുണ്ടെങ്കിൽ നല്ല പൗട്ടിങ് ആയിട്ടുള്ള ലിപ്സ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്താൽ മതി എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പേപ്പറിൽ, അതായത് നമ്മൾ എന്തെങ്കിലും മുഖത്ത് ഷേപ്പിൽ ഇങ്ങനെ ആക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ലിപ്സിനെ അവിടെ ആക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ
അത് മാറും എന്നുള്ളതിന് യാതൊരു, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറുന്നുള്ളതിന് യാതൊരു തെളിവ്, അങ്ങനെ പിടിച്ചു വെച്ചെന്ന് പറഞ്ഞിട്ട് അതങ്ങനെയൊന്നും ആവില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ ലിപ് ഫില്ലറോ അങ്ങനെ എന്തെങ്കിലും സാധനം ഇടണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നല്ല ഇടിയോ എല്ലാം കൊണ്ടു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ വീർത്ത് വരുന്ന കാണാം, നീര് വയ്ക്കുന്നത് കാണാം. അങ്ങനെ ഒരു ടെമ്പററി ആയിട്ട് വരുന്നല്ലാതെ നിങ്ങൾ സ്ഥിരമായിട്ട് ഈ നമ്മൾ ഈ പേപ്പർ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ക്രീസ് ഉണ്ടാക്കുമല്ലോ, പേപ്പർ മടക്കിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ മുഖത്ത് ചുളിവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല അതിനകത്തിട്ട് ഒരുപാട് ഞെക്കി ഞെരടി അതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ഷേപ്പിലേക്ക് വന്നത് കാണാം. നമ്മളങ്ങനെ കിടന്ന് അതിനകത്ത് ബലപ്രയോഗം നടത്തേണ്ട ഒരു സാധനമല്ല ഈ ചുണ്ടെന്നൊക്കെ പറയുന്ന കാര്യം എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും എളുപ്പം എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ഈ പറയുന്ന ഞാൻ പറഞ്ഞു വന്നതിൻ്റെ പോയിൻ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയുന്നു. ഇതിന് പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റഡീസ് വരുന്ന ഒരു കാലമാകുമ്പോൾ നിങ്ങളിത് പ്രൊമോട്ട് ചെയ്തോളൂ. ബിസിനസ്സിന് ഞാനെതിരല്ല. പലരും അതിനകത്ത് ഡോക്ടർ നേഹ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബിസിനസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഒരു മോശം കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല, ബിസിനസ് ചെയ്യുന്നത് മോശം കാര്യമല്ല. പക്ഷേ എത്തിക്കലായിട്ടുള്ള ബിസിനസ് ചെയ്യണം, സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് വേണം പൈസ ഉണ്ടാക്കാൻ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൽ ഇവിടെ ആർക്കും ഇപ്പോൾ നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് ഫ്രീ ആയിട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ പൈസ മുടക്കി പഠിച്ചതാണെന്നുണ്ടെങ്കിൽ ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല, നല്ല കാര്യമാണ്, അത് നിങ്ങൾ ചെയ്യേണ്ടതുമാണ്. അല്ലാതെ ചുമ്മാ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകളെ ഇതൊക്കെ ശരിക്കും നല്ല ഒന്നാം തരം പറ്റിപ്പാണെന്നുള്ളതാണ് സത്യം. ഇനി മാത്രമല്ല ഒരു കാര്യം ആലോചിക്കൂ, നിങ്ങൾ ഈ കിടന്ന് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ സ്കിന്നിനകത്ത് ഇലാസ്റ്റിൻ, കൊളാജൻ എന്നൊക്കെ പറഞ്ഞ രണ്ട് സാധനമുണ്ട്. ഈ ഇലാസ്റ്റിൻ എന്ന് പറയുന്ന സാധനം പ്യൂബർട്ടിയോട് കൂടി തീരും, കൊളാജൻ പ്രായമാകുന്നതിനനുസരിച്ച് കുറഞ്ഞു വരും. ഇത് കൊളാജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മുഖത്തിൻ്റെ അല്ലെങ്കിൽ സ്കിന്നിൻ്റെയൊക്കെ ഒരു സ്കഫോൾഡിംഗ് ആണെന്ന് പറയാം. അതിൻ്റെ റിജിഡിറ്റിയും അതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത്തും ഒക്കെ കൊണ്ടാണ് നമ്മുടെ ഫേസിൽ ആ ഒരു ഇലാസ്റ്റിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. ഇലാസ്റ്റിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം കൊളാജനേക്കാളും ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ഇലാസ്റ്റിൻ എന്ന് പറയുന്നത്. പക്ഷേ അത് പ്യൂബർട്ടിയോടുകൂടി നമുക്കതങ്ങ് ഇല്ലാതായി പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഈ ത്വക്ക് പോയിട്ട് അല്ലെങ്കിൽ മോശമായിട്ട് ഇങ്ങനെ വലിച്ച് വടക്കുകയും വലിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി മുഖത്തെ ആ മസിൽസ് സ്കിന്നിനെയും കാര്യങ്ങളെയൊക്കെ നിങ്ങൾ വലിച്ച് ഡാമേജ് ചെയ്യുകയും തൂങ്ങുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒടിഞ്ഞു തൂങ്ങി അവസാനം നല്ല ജോലൈനല്ല, മൊത്തത്തിൽ ഒരു കെൽവി ലുക്കായി പോകാനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ട്. അത് പ്രായമാവുന്നതിനനുസരിച്ച് അവിടെ സംഭവിക്കുക. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ബോഡി ബിൽഡേഴ്സ് അവരത്രയും മസിൽ കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്യുന്നവർ പോലെ എന്തായാലും നല്ല ഫിറ്റായിട്ടുള്ള ആളുകളൊന്നും അല്ലല്ലോ ഈ ഫേസിലെ മാത്രം എക്സസൈസ് ചെയ്യുന്നവർ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് പോലും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പ്രായമാകുന്നതിനനുസരിച്ച് ഫേഷ്യൽ സ്കിന്നിനും ഒക്കെ ചെറിയ മടക്കും ചുളിവും ഒക്കെ വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആ കൊളാജനും ഇലാസ്റ്റിൻ്റെയൊക്കെ ആ പ്രായമാവുന്നതിനനുസരിച്ച് സംഭവിക്കുന്നുള്ളതാണ്. അവരൊക്കെ മസിൽ ടോണിങ് ചെയ്യുന്നുണ്ട്, അവരുടെ ശരീരത്തിൽ വളരെ ടോൺഡായിട്ടുള്ളതാണ്, അവർ ഫാറ്റൊന്നും അധികം എടുക്കുന്നില്ല, അവരുടെ മസിൽസ് എല്ലാം നല്ല കട്ടിങ്സോട് കൂടി കാണാം. ഇനി മാത്രമല്ല വേറൊരു കാര്യം പറയട്ടെ, ഈ കവിള് മാത്രമായിട്ട് കുറയ്ക്കുക എന്ന് പറയുന്നതും പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല. കാര്യം സ്പോട്ട് റിഡക്ഷൻ ഓഫ് ഫാറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഈ ഫാറ്റ് ഡെപ്പോസിഷൻ എന്ന് പറയുന്നത് ജെനറ്റിക്സ്, എത്നിസിറ്റി, പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈല്, ഇങ്ങനെയുള്ള ഹോർമോൺസ്, അങ്ങനെ പല കാര്യങ്ങൾ ആണ് എവിടെയാണ് ഏത് രീതിയിലാണ് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്തതെന്നുള്ളത്. ഇത് തിരിച്ച് റിവേഴ്സ് ചെയ്യുമ്പോൾ ഒരു സ്പോട്ടിൽ നിന്ന് മാത്രം, കവിളിൽ നിന്ന് മാത്രം, വയറ് മാത്രം ഫാറ്റ് കുറയ്ക്കുക, കൈ മാത്രം ഫാറ്റ് കുറയ്ക്കുക, ഇത് പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ്. അങ്ങനെ ഒരു സ്റ്റഡീസ് പോലും കാണിക്കുന്നില്ല. മൊത്തത്തിൽ എങ്ങനെയാണോ ഡെപ്പോസിറ്റ് ചെയ്തത് അതിനനുസരിച്ചിട്ട് മാത്രമേ കുറയുള്ളൂ. അല്ലാതെ ഒരു സ്ഥലത്ത് മാത്രം, ചിലർ വിചാരിക്കാറുണ്ട് ച്യൂയിങ് മാത്രം ചവച്ച് കഴിഞ്ഞാൽ കവിൾ കിട്ടും. അങ്ങനെ ഒട്ടുമില്ല, ബാക്കിയുള്ള എല്ലാ സ്ഥലത്തെയും ഫാറ്റ് പോയാലേ അവിടെ പോകുള്ളൂ. അവിടെ സംഭവിക്കുന്നത് ച്യൂയിങ് ചവയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ ആ വർക്ക് ചെയ്യിപ്പിക്കുന്ന ജോ മസിൽസിന് കോൺസ്റ്റൻ്റ് ആയിട്ടൊരു എക്സസൈസ് കൊടുക്കുകയാണ്, അതിന് ഹൈപ്പർട്രോഫി സംഭവിക്കും, കുറച്ച് വലുതാവും. എന്നുള്ളതിനപ്പുറത്തേക്ക് അത് ചെയ്തെന്ന് മാത്രം കൊണ്ട് കവിൾ ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് മനസ്സിലാവാറുള്ളത്. അപ്പോൾ പാർവതി പറയുന്ന പോലെ തന്നെ, അപ്പോൾ ശരി.